എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എടുക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 3ാമത്തെ ചാപ്റ്ററാണ് തൊഴിൽ വൈവിധ്യങ്ങൾ. അതിൽ ആദ്യം 2 പിക്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തേതിൽ ദിവസേന വീട്ടിലെ പൂന്തോട്ടം കൃത്യതയോടെ നനയ്ക്കുന്നതിന് കീർത്തിക്ക് അച്ഛനും അമ്മയും മിഠായി സമ്മാനമായി നൽകുന്നു. വീട്ടിലെ തുണികൾ കൃത്യതയോടെ മടക്കി വയ്ക്കുന്നതിന് തേജസിൻ്റെ അച്ഛനും അമ്മയും കഥാപുസ്തകം സമ്മാനമായി നൽകുന്നു. ഈ 2 ചിത്രങ്ങളിലും എന്താണ്, കുട്ടികൾ ഓരോ ജോലി ചെയ്യുന്നതിനും പ്രതിഫലമായിട്ട് എന്തൊക്കെയോ അവർക്ക് ലഭിക്കുന്നുണ്ട്. രണ്ടാമത് വരുമാനം എന്താണെന്ന് നോക്കാം. വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു അധ്യാപനം, രണ്ടാമത്തേത് ഒരു പച്ചക്കറിക്കട, ദെൻ ക്യാരംസ് കളിക്കുന്നത്, പിന്നെ ആതുര സേവനം, മൂന്നാമത്തെ ഒരു ആർട്ട് വർക്കാണ്, നാലാമത്തേതൊരു ഫുട്ബോൾ കളിയാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് സമ്മാനവും ചിലതിന് പ്രതിഫലവും ലഭിക്കുന്നു. അധ്യാപനം, കച്ചവടം, ആതുര സേവനം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തികൾക്ക് പ്രതിഫലമായി പണം ലഭിക്കുന്നു. വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത്. അടുത്തായി കൊടുത്തിരിക്കുന്നത് NV കൃഷ്ണവാര്യരുടെ പഠിപ്പ് തീർന്നാൽ എന്ന ഒരു കവിതയുടെ ഭാഗമാണ്. എന്താണ് തൊഴിലെന്ന് നോക്കാം. വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു. വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ. വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ബൗദ്ധികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ. തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു. വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണ് തൊഴിൽ. അപ്പം തൊഴിലിൻ്റെ പ്രതിഫലം കൂലിയോ ശമ്പളമോ ആണെന്ന് പറഞ്ഞു. അപ്പം എന്താണ് കൂലിയും ശമ്പളവും? കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി. മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെട്ട് നൽകുന്നത്. എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് ജോലി ഉടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം. അപ്പോൾ കൂലി മണിക്കൂറുകളുടെയോ ദിവസങ്ങളുടെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെടുന്നത്. ശമ്പളമോ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം. വരുമാന സ്രോതസ്സുകൾ. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വരുമാനം നേടുന്നത് വിവിധ തരം തൊഴിലുകളിലൂടെയാണ്. കൃഷി, ബിസിനസ്, ബാങ്ക് നിക്ഷേപങ്ങൾ, ആസ്തികൾ എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്സുകൾ. അതിൽ ആസ്തികൾ ഒരു വരുമാന സ്രോതസ്സാണെന്ന് പറഞ്ഞു. ആസ്തികൾ എന്താണ്? വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ എന്നറിയപ്പെടുന്നത്. കെട്ടിടങ്ങൾ, വസ്തുവകകൾ തുടങ്ങിയവ ആസ്തികൾക്ക് ഉദാഹരണങ്ങളാണ്. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനങ്ങൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നതാണ് അടുത്തതായി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കൃഷി എന്ന വരുമാന സ്രോതസ്സിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം എന്താണ്? വിള. തൊഴിലിൽ നിന്ന് കൂലി അല്ലെങ്കിൽ ശമ്പളം കിട്ടും. ബിസിനസ് ആണെങ്കിലോ ലാഭമുണ്ട്. ബാങ്ക് നിക്ഷേപത്തിന് പലിശ കിട്ടും. ആസ്തികൾക്ക് വാടക അല്ലെങ്കിൽ പാട്ടം. ഓഹരി നിക്ഷേപങ്ങൾക്ക് ലാഭവിഹിതം. കൃഷിക്ക് വിള, തൊഴിലിന് കൂലി ശമ്പളം, ബിസിനസ്സിന് ലാഭം, ബാങ്ക് നിക്ഷേപത്തിന് പലിശ, ആസ്തികൾക്ക് വാടക പാട്ടം, ഓഹരി നിക്ഷേപങ്ങൾക്ക് ലാഭവിഹിതം. നെക്സ്റ്റ്, വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനവും. ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന വരുമാനമാണ് വ്യക്തിഗത വരുമാനം. ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കെല്ലാം കൂടി ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം. ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതാണെങ്കിൽ വ്യക്തിഗത വരുമാനമെന്നും, ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി ലഭിക്കുന്ന ആകെ വരുമാനമാണെങ്കിൽ അതിനെ കുടുംബ വരുമാനമെന്നും പറയുന്നു.
തൊഴിലുകൾ വിവിധ തരം. ആതുര സേവനമുണ്ട്, കൃഷിയുണ്ട്, ടീച്ചിങ് ഉണ്ട്, ഡ്രൈവറുണ്ട്, കൃഷിപ്പണിയുണ്ട്, മൃഗപരിപാലനമുണ്ട്, വക്കീല്. ഇതൊക്കെ ഓരോ തരത്തിലുള്ള ജോലികളാണ്. തൊഴിലുകളെ പ്രധാനമായും രണ്ടാക്കി തരംതിരിക്കാം: കാർഷിക തൊഴിലുകളെന്നും കാർഷികേതര തൊഴിലുകളെന്നും. പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപ്പാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത്, കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ 46.5% പേർ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു എന്നാണ് എക്കണോമിക് റിവ്യൂ 2022-23 പറയുന്നത്. ഇനി അടുത്തത് കാർഷികേതര തൊഴിലുകൾ. കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലിനെയും കാർഷികേതര തൊഴിലായി പരിഗണിക്കാം. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലാളികളും വിവിധ തരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ്. വസ്ത്രനിർമ്മാണം, കെട്ടിട നിർമ്മാണം, ബിസിനസ്, ബാങ്കിംഗ്, അധ്യാപനം, ഗതാഗതം, ഫാക്ടറി തൊഴിലുകൾ എന്നിവ കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്തത് സ്വയം തൊഴിൽ എന്താണെന്ന് നോക്കാം. ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത്. സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തൻ്റെ സംരംഭത്തിൻ്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തരവാദിത്വവും നിർവഹിക്കുന്നു. സ്വയം തൊഴിലിൽ വ്യക്തികൾ കൂടുതലും ഒറ്റയ്ക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത്. അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും. കുറച്ച് സ്വയം തൊഴിലുകളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. തയ്യൽ, ടോട്ടെ ബാഗ് നിർമ്മാണം, അതുപോലെ തന്നെ പ്രിൻറ്റിങ്, അച്ചാർ നിർമ്മാണം, ഇവയൊക്കെ മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തമായി തൊഴിൽ സംരംഭത്തിലൂടെ വരുമാനം കണ്ടെത്തുന്ന തൊഴിലുകളാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതിനായി സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. സ്വയം തൊഴിൽ പദ്ധതികൾ: നവജീവൻ പദ്ധതി. ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്? മുതിർന്ന പൗരന്മാരാണ്. അടുത്തത് കൈവല്യ പദ്ധതി. കൈവല്യ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? ഭിന്നശേഷിക്കാരാണ്. ശരണ്യ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ വനിതകളാണ്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.